5th പൊസിഷൻ പോകുന്നത് ഷീന ചേച്ചി ആൻഡ് ശൈത്യ. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. മൊമെന്റ് വേണ്ട. തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്കൊരു വേദി കിട്ടുമ്പോൾ അതിൻ്റെതായ ഒരു റെസ്പെക്ട് വേണം. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, നമ്മള് എന്താ പറയാ, ഇതിന് മുമ്പേ ലിഷ ചേച്ചി ഡേഞ്ചർ സോണിൽ വന്നപ്പോ ഇവര് പറഞ്ഞു നമ്മള് ഷോ ക്വിറ്റ് ചെയ്യാണ്. ജഡ്ജസായിട്ടൊക്കെ അടിയുണ്ടാക്കി 5ാം സ്ഥാനം 1ാം സ്ഥാനമൊക്കെ ആക്കും നമ്മള്. ഇന്നിവിടെ അവര് 5th പൊസിഷൻ തന്നപ്പോ അവര് ഷോ ക്വിറ്റ് ചെയ്യാണ്. എന്റെ അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാ. ഷാളൂരിയൊക്കെ അടിക്കും ജഡ്ജസിന്. വെരി സപ്പോർട്ടിങ് ഫാമിലി. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഐ എം വെരി വെരി ഹേർട്ട്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. വെരി ഹേർട്ട് ഫോർ ഡിസ്റെസ്പെക്ടിങ് ഈ ഒരു സ്റ്റേജ്. ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ ഒറ്റ തൊഴിൽ വെച്ച് തരും. അമ്മയും മോളാ പറമ്പിച്ചെന്ന് കിടക്കും. ഫൈനൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ 5ാം സ്ഥാനത്താക്കി. അതിന്റെ ഒരു ഞെട്ടലിൽ നിന്ന് ഞാൻ ഇതുവരെയും ഒരു മാറിയിട്ടില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. നമ്മള് ഓരോ പെർഫോമൻസിനും നമ്മൾ അതുപോലെ എഫേർട്ട് ഇട്ടു, നല്ല കമന്റ്സ് പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് വേണ്ടാന്ന് വെക്കാനുള്ള ഒരു അവകാശം എനിക്കുണ്ട്. ഓസ്കാർ വരെ ആൾക്കാർ വേണ്ടെന്ന് വെക്കുന്നു, ഇല്ലേ? അർത്ഥമുള്ള സംസാരം. അഭിനന്ദനം. ശരിക്കും ഞങ്ങൾ അതായിരുന്നു. ഇപ്പൊ ഞങ്ങൾ 5ാം സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയപ്പോ എനിക്ക് കറക്റ്റ് മനസ്സിലായി ഞങ്ങളൊരു കോമാളികളായിരുന്നു. ഒരുപാട് പൈസ ഇതിനു വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ട്. കഷ്ടം. 1/2 കിലോ ബുദ്ധി പോലും ദൈവം ഇവന് കൊടുത്തില്ല. അതൊക്കെ വെറുതെ. 3 ലക്ഷം രൂപയാണ് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ്. ഞങ്ങൾക്ക് 6.5 ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ. എനിക്ക് നഷ്ടപ്പെട്ട 3 കോടി വീണ്ടെടുക്കാൻ 5 കോടി മുടക്കാനും എനിക്ക് മടിയില്ല. ഇത് സ്ഥിരമായിട്ട് കാണുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് നമ്മളോട് പറയും നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ്. എന്നെ ഫോൺ ചെയ്തിട്ട് പറയും നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ്, ഒന്നും നോക്കണ്ട. അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുക. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട് കുതിരപ്പുറത്ത് വലിഞ്ഞു കയറാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശരി, പിന്നെ കാണാം. ബൈ.